ഫുട്ബോൾ ഇതിഹാസം ഡിഗോ മറഡോണ അവസാന നാളുകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞതെന്ന് കോടതിയിൽ മൊഴി നൽകി മൂത്ത മകൾ. അദ്ദേഹത്തിന്റെ കിടക്ക അറപ്പുളവാക്കുന്നതായിരുന്നുവെന്നും മകൾ ഡെൽമ വെളിപ്പെടുത്തി. ഭവനാശുപത്രിവാസമാണ് മെഡിക്കൽ ടീം തങ്ങൾക്ക് വാഗ്ദാനം നൽകിയത്. എന്നാൽ അതുണ്ടായില്ല. കുടുംബാംഗങ്ങളെ ഡോക്ടർമാർ വഞ്ചിച്ചുവെന്നും ഡെൽമ കുറ്റപ്പെടുത്തി. മറഡോണയെ പരിചരിച്ചതിൽ വീഴ്ച വരുത്തിയ കേസിൽ 7 മെഡിക്കൽ ഉദ്യോഗസ്ഥർ വിചാരണ നേരിടുകയാണ്. ഈ കേസിലാണ് ഡെൽമയുടെ മൊഴി. വീട്ടിൽ പോർട്ടബിൾ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. വെളിച്ചം കടക്കാതിരിക്കാൻ ജനാലകളിൽ പാനൽ സ്ഥാപിച്ചിരുന്നു. ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. അടുക്കളയുടെ സ്ഥിതിയും മോശമായിരുന്നു. ഹെമറ്റോമ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 തരത്തിലുള്ള ആശുപത്രിവാസം മുന്നോട്ട് വെച്ചിരുന്നു. സ്വമേധയാ ആശുപത്രിവാസം, നിർബന്ധിത ആശുപത്രിവാസം, ഭവന ആശുപത്രിവാസം എന്നിവയായിരുന്നു അവ. ഭവന ആശുപത്രിവാസം മാത്രമാണ് പോംവഴി എന്ന് അവർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം നിരീക്ഷിക്കാനും മരുന്ന് നൽകാനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നഴ്സുമാരെയും വാഗ്ദാനം ചെയ്തിരുന്നു. അവസാനമായി താൻ പിതാവിനെ ജീവനോടെ കണ്ടത് ആശുപത്രിയിലായിരുന്നു. പിന്നീട് മരിക്കുന്നതുവരെ ആ വീട്ടിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അദ്ദേഹം മരിച്ചതിനു ശേഷം ഞാൻ മുറിയിൽ പോയി. ശരീരം വളരെ വീർത്തിരുന്നു. ഒരു ഷീറ്റ് കൊണ്ട് മൂടിയിരുന്നുവെങ്കിലും വീർത്തത് കാണാൻ കഴിയുമായിരുന്നു. കൈകൾ, മുഖം, വയർ, മറ്റു ശരീരഭാഗങ്ങളെല്ലാം വളരെ വീർത്തിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞാൻ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു. ഡോക്ടർമാർ അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നറിയുന്നതാണ് എനിക്ക് ഏറ്റവും വേദനാജനകമായത്. അദ്ദേഹം അനുഭവിച്ച പീഡനം ഓർക്കുന്നത് ഇപ്പോഴും വളരെ വേദനാജനകമാണ്. ഇതായിരിക്കും ഫലമെന്ന് എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അത് വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ താൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലെന്നും ഡെൽമ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.